പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്സിലെ പല സ്കൂളുകളിലും ഇപ്പോൾ മിഡ് ടൈം എക്സാം നടക്കുകയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 2 ചാപ്റ്റേഴ്സ് നമുക്ക് ഇവിടുന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വോളിയമാണ്. ഫസ്റ്റ് ചാപ്റ്റർ വോളിയം അഥവാ വ്യാപ്തം. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഡെസിമൽ ഫോംസ് എന്നാണ് സെക്കൻഡ് ചാപ്റ്റർ, അതായത് ദശാംശ രീതി. ഡെസിമൽ ഓപ്പറേഷൻ ഒരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. ഇതിന് ശേഷം ഇടയിലൊരു ചാപ്റ്റർ ഉണ്ട്. അതുവരെ നമുക്ക് എന്തുണ്ടാവും, ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവുമെന്നാണ് നമുക്ക് പ്രതീക്ഷ. അപ്പോൾ ഇത് മിഡ് ടൈമിന് വേണ്ടി നമുക്കിത് തറവായിട്ട് പഠിച്ചേക്കാം കേട്ടോ. എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നോളുക. നമ്മൾ വിവിധ തരത്തിലുള്ള മെഷർമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു വരയുണ്ടെന്ന് വിചാരിക്കുക. ഈ വരയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളൊരു പോയിൻ്റ് എന്താണ്? ഈ വരയുടെ നീളം എത്രയാണെന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്കൊരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്തതിൻ്റെ ലെങ്ത്ത് നമുക്ക് അളന്നെടുക്കാൻ പറ്റും. ഇനി ഈ വരയ്ക്ക് പകരം നമുക്കൊരു റെക്റ്റാങ്കിളാണെന്ന് വിചാരിക്കുക. ഈ റെക്റ്റാങ്കിളിനെ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ ചോദിക്കാം? ഈ റെക്റ്റാങ്കിളിന് ചുറ്റും ഒരു കയറ് വലിച്ച് കെട്ടിയാൽ, അല്ലെങ്കിൽ ഇതിന് ചുറ്റും ഇതൊരു കുളമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുളത്തിന് ചുറ്റും നമുക്കൊരു വേലി പണിയണമെങ്കിൽ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് ചുറ്റളവ്. എന്താണ് ചുറ്റളവ്? നമ്മളതിന് പറയുന്നത് പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് സൈഡ്സിൻ്റെ ലെങ്ത് അളന്ന് നോക്കിയാൽ മതിയോ. സൈഡ്സിൻ്റെ ലെങ്ത് അളന്നിട്ട് അതിനോട് കൂട്ടിയാൽ നമുക്ക് പെരിമീറ്റർ കിട്ടും. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു വസ്തുത, ഈ കുളം നിർമ്മിക്കാനായിട്ട് ഈ ഭൂമിയിൽ നമ്മൾ എത്രത്തോളം സ്ഥലം ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബുക്ക്, ഈ ഒരു ബുക്ക് വയ്ക്കാൻ നമ്മുടെ ഡെസ്കിൽ എത്ര സ്ഥലം നമുക്ക് വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് എന്ത് കണ്ടുപിടിച്ചുകൊണ്ടാണെന്നറിയോ? ഏരിയ. എന്താണ് ഏരിയ അഥവാ പരപ്പളവ്. അപ്പോൾ ഈ ഒരു 2 ഡയമെൻഷൻ ഷേപ്പിൽ നമുക്ക് ഇത്രയൊക്കെ ചുറ്റളവ് അല്ലെങ്കിൽ അതിൻ്റെ പരപ്പളവ് ഇതൊക്കെ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി 3D എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന വസ്തുക്കൾ. അതായത് ഇതൊരു റെക്റ്റാങ്കുലർ ബോക്സാണെന്ന് വിചാരിക്കുക. ഇതൊരു റെക്റ്റാങ്കുലർ ബോക്സാണ്. അപ്പോൾ ഈ ബോക്സിനെ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ ചോദിക്കാം? ഇതിൻ്റെ വെയിറ്റ് ചോദിക്കാം അല്ലേ? അല്ലെങ്കിൽ ഇതിനകത്ത് കുറേ നമ്മൾ അരി ഇട്ട് നിറയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് എത്രമാത്രം അരി കൊള്ളും? അപ്പോൾ ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന വസ്തുവിൻ്റെ ഒരു അളവിനെ അല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാനായിട്ട് 2 ഡയമെൻഷനേക്കാട്ടും ആദ്യം ഒരു വരയ്ക്ക് ലെങ്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചതുരം വന്നപ്പോൾ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും ഉണ്ടായി. ഇതിന് ലെങ്ത് മാത്രം, ഇത് ലെങ്തും ബ്രെഡ്ത്തും ഉണ്ടായി. ഇതിനോ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, 3 വസ്തുക്കളുണ്ട്. അപ്പോൾ 3 വസ്തുക്കളുടെയും കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വോളിയം. വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ വ്യാപ്തം ഇസ് ഈക്വൽ ടു നീളം ഗുണം വീതി ഗുണം ഉയരമാണ്. അത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ കൊള്ളുന്ന വസ്തുവിൻ്റെ അളവ്, ഇതിൽ ഉൾക്കൊള്ളുന്ന വസ്തുവിൻ്റെ വെയിറ്റ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ബ്രിക്ക്, അതായത് ചുടുകട്ടയൊക്കെ ഇല്ലേ, നമ്മൾ വീട് പണിയാൻ ഉപയോഗിക്കുന്ന കട്ട, ഇങ്ങനൊരു കട്ടയുടെ നീളം എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത്, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം വീതി എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററുമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഡയറക്റ്റായിട്ട് വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 21 ഇൻറ്റു 15 ഇൻറ്റു 7. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2205 എന്ന് വരും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഇവിടെ സെൻറ്റിമീറ്ററാണ്, ഇവിടെ സെൻറ്റിമീറ്ററാണ്, ഇവിടെ സെൻറ്റിമീറ്ററാണ്. അപ്പോൾ സെൻറ്റിമീറ്റേഴ്സ് 3 മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു പേരാണ് 2205 ക്യൂബിക്. എന്താണ്? ക്യൂബിക് സെൻറ്റിമീറ്റർ. ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ ക്യൂബിക് സെൻറ്റിമീറ്ററിനെ ഷോർട്ടാക്കി നമുക്ക് 2205 CC എന്ന് എഴുതിയാൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇതാണ് വോളിയത്തിൻ്റെ യൂണിറ്റ്, ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ മീറ്ററിലാണെങ്കിൽ ക്യൂബിക് മീറ്റർ എന്ന് പറയും കേട്ടോ. ക്യൂബിക് എന്നൊരു വാക്ക് നമ്മളവിടെ ഉപയോഗിക്കണം.
ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടതെന്നല്ല, മലയാളം മീഡിയം കുട്ടികൾ എഴുതേണ്ടത് എങ്ങനെയാണ്? 2205 ഘന സെൻറ്റിമീറ്റർ കേട്ടോ, ഘന സെൻറ്റിമീറ്റർ എന്ന് എഴുതണം. ഇങ്ങനെ എഴുതിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. ഇനി ഇവിടെ ഇതേ ചോദ്യത്തിൽ തന്നെ ടീച്ചർ ചില മാറ്റങ്ങൾ വരുത്താം. അതായത് ഇവിടെ A15 എന്നുള്ളത് മിസ്സിങ് ആയിരുന്നു എന്ന് വിചാരിക്കുക. വോളിയം നമുക്കറിയാം, വോളിയം ഇപ്പം നമുക്ക് നിലവിലറിയാം, എത്രയാണെന്നറിയാം. വോളിയം എന്ന് പറയുന്നത് 2205 ആണ് ഇതിൻ്റെ വോളിയം. അപ്പോൾ ഇതെല്ലാം വായിക്കുവാണേ. അപ്പം എന്ത് വാല്യൂ ആണ്, അതായത് ഇവിടെ ഏത് നമ്പർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ 2205, അതായത് ലെങ്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ബ്രെഡ്ത്ത് മിസ്സിങ്ങാണ്. അപ്പോൾ എങ്ങനെ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാം എന്നൊരു ചോദ്യം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഇക്വേഷൻ ജസ്റ്റ് ടീച്ചർ ഒന്നുകൂടെ എഴുതാം. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ്. അപ്പോൾ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ വോളിയത്തിൻ്റെ ചുവട്ടിലേക്ക് L ഇൻറ്റു ബി കൊണ്ടുവന്നാൽ മതി. വോളിയം ഡിവൈഡഡ് ബൈ L ഇൻറ്റു ബി. നമുക്ക് ഈ ബ്രെഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വോളിയം ഡിവൈഡഡ് ബൈ ബാക്കി ആരാ? L ഇൻറ്റു എച്ച്. ഇനി നമുക്ക് ലെങ്താണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇത് രണ്ടും കൂടെ താഴേക്ക് കൊണ്ടുവരണം. എവിടെ? വോളിയത്തിൻ്റെ താഴേക്ക്, ബി ഇൻറ്റു എച്ച്. അപ്പം നല്ലപോലെ ഓർത്തോളുക, ഈ ആരാണോ മിസ്സിങ് ആയിട്ടുള്ളത്, ഇപ്പോൾ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എച്ചിനെ അവിടെ നിർത്തിക്കൊണ്ട് എല്ലും ബിയും താഴെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബ്രെഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ബ്രെഡ്ത്തിനെ അവിടെ നിർത്തി എല്ലും എച്ചും താഴേക്ക് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. വോളിയം ഡിവൈഡഡ് ബൈ L ഇൻറ്റു എച്ച്. ലെങ്താണ് മിസ്സിങ് എങ്കിൽ ബി ഇൻറ്റു എച്ച് വോളിയം ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞ് എഴുതി ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഉദാഹരണത്തിന് ഒരു ചതുരക്കട്ടയുടെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും, ഹൈറ്റിൽ ലെങ്ത് എന്ന് പറയുന്നത് 9 എന്നും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 എന്നും കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് നമുക്കറിയില്ല, അത് അൺനോൺ ആണ്. നമുക്ക് വോളിയം ഈക്വൽ ടു തന്നിട്ടുണ്ട്. വോളിയം ഇസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 180 cc എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പ്രോബ്ലം ചെയ്യാൻ നേരം ഇക്വേഷൻ നന്നായിട്ട് എഴുതി പോവാം. അതായത് വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. വ്യാപ്തം സമം നീളം ഗുണം വീതി ഗുണം ഉയരം എന്നുള്ള ഇക്വേഷൻ. ഏത് വ്യാപ്തത്തിൻ്റെ വോളിയത്തിൻ്റെ ഏത് ചോദ്യം വന്നാലും നമ്മൾ ഇക്വേഷൻ എഴുതുന്ന കാര്യം മറക്കല്ലോ കേട്ടോ. ഇനി അതിന് ശേഷം പിന്നെന്താ പറഞ്ഞിരിക്കുന്നവർ? നമുക്ക് വോളിയം അറിയാം, അതായത് 180 ഈക്വൽ ടു ലെങ്തിൻ്റെ അവിടെ 9 ഇൻറ്റു വീതിയുടെ അവിടെ 4, അതായത് ബ്രെഡ്ത്തിൻ്റെ അവിടെ 4 ഇൻറ്റു ഹൈറ്റാണ് അൺനോൺ. ഹൈറ്റ് അവിടെ എഴുതി. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് നമ്മൾ? ഈ 9 ഇൻറ്റു 4 180യുടെ താഴെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുമായിരിക്കും 9 ഇൻറ്റു 4 വേഗം ചെയ്തേക്കുന്നത്. പക്ഷേ അത് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം അതങ്ങനെ തന്നെ താഴേക്ക് കൊണ്ടുവരുന്നതാണ് എളുപ്പം. അപ്പം നമുക്ക് ഹൈറ്റ് ഇസ് ഈക്വൽ ടു 180യുടെ താഴേക്ക് എന്തിനെ കൊണ്ടുവരണം? 9 ഇൻറ്റു 4 കൊണ്ടുവരണം. 9 ഇൻറ്റു 4 മൾട്ടിപ്ലൈ ചെയ്യേണ്ട. ടീച്ചർ ഡിവിഷൻ എളുപ്പമാർഗ്ഗം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. 180യും 9ഉം ഡിവൈഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ 180യും 4ഉം ഡിവൈഡ് ചെയ്യാൻ ടീച്ചർ പറഞ്ഞിരുന്നത് ഹാഫ് എഴുതി പോയാൽ മതിയെന്ന് ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ നമ്പറും ഈ നമ്പറും ആരുടെ ടേബിളിലുണ്ടെന്ന് നോക്കിയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. ഹാഫ് ആക്കി എഴുതി പോകുന്നതാണ് എളുപ്പമെങ്കിൽ 180യുടെ പകുതി 90, 4ൻ്റെ പകുതി 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 90യുടെ ഹാഫ് 45, 2ൻ്റെ ഹാഫ് 1. പിന്നെ ബാക്കി റിമൈനിങ് ഇവിടെ എന്താ നിൽക്കുന്നത്? 45 ഉണ്ട്, 9 ഉണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. 45/9. ഇങ്ങനെ വരുമ്പോൾ ഇനി നമുക്ക് എന്താ ചിന്തിക്കേണ്ടത്? ഈ രണ്ട് നമ്പറും ഏതെങ്കിലും ടേബിളിലുണ്ടോ? അപ്പോൾ നിങ്ങൾക്കറിയാം 9ൻ്റെ ടേബിളിൽ 45 ഉണ്ട്. അപ്പോൾ 9ൻ്റെ ടേബിൾ ചൊല്ലി 9 1s are 9, 9 5s are 45 അല്ലേ? 9 5s are
45/1 നമ്മൾ ജസ്റ്റ് 5 എന്ന് എഴുതാറുള്ളൂ. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരെണ്ണം ആ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിംഗ് ആണെങ്കിൽ ഡിവിഷൻ വോളിയം ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് അനദർ 2 മെഷേഴ്സ്. ഓക്കെ. പിന്നെ ചില ഷേപ്സിൻ്റെയൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സൊക്കെ അത് ഇങ്ങനെയുള്ള ചില ലെറ്റേഴ്സിൻ്റെയൊക്കെ വോളിയം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം. അപ്പോൾ വോളിയം ചോദിക്കുമ്പോൾ ഇതിങ്ങനെ ആ ഒരു റെക്റ്റാങ്കിൾ ശരിയായില്ല ഷേപ്പ് നല്ലപോലെ വരയ്ക്കാം. ഇങ്ങനെയൊക്കെ വരച്ചാലേ ഒരു 3D ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. ടീച്ചർ അത്ര നന്നായിട്ടൊന്നും വരച്ചില്ല, നിങ്ങളത് ശരിക്കും വരച്ചൊക്കെ പഠിച്ചോണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു 3D കൊടുക്കണമല്ലോ. ഇത് അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒരു 10 ആണെന്നും ഇതൊരു 3 ആണെന്നും ഇതൊരു 12 ഇതെല്ലാം 3 എന്ന് തന്നെ കൊടുക്കാം. 3 ഈ ഹൈറ്റ് 3. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ റെക്റ്റാങ്കിൾ ബോക്സിനെ ക്ലിയർ അല്ലായിരുന്നു, വരച്ചത് ക്ലിയർ അല്ലായിരുന്നു തോന്നുന്നു. ഇപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? ടീച്ചറുടെ ഫോണിൻ്റെ ക്യാമറ കൊള്ളത്തില്ല കേട്ടോ, അതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുക, ഇതിനെ 2 പീസാക്കുക. 2 പീസാക്കി മുറിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്ത് വരും? ലെങ്ത് എന്ന് പറയുന്നത് 10, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3, ഹൈറ്റ് എന്ന് പറയുന്നത് 3. അപ്പം വോളിയം ഈക്വൽ ടു 10 × 3 × 3 3 9 × 10 എന്ന് വെച്ചാൽ 90 cc എന്ന് വരും. അതുമാത്രം ഇതാണെങ്കിലോ, ഇത് ഈ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി, ഈ പീസ് കട്ട് ചെയ്ത് വേറെ ഒരു പുതിയൊരു പീസാക്കി നമ്മൾ എടുത്തുവെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എത്രയാണ്? ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ വരുന്നത് 12 × 3 × 3 അല്ലേ? 3 3 9 12 9 108 വരും കേട്ടോ. അപ്പോൾ ഈ 2 എണ്ണം കൂടെ എന്ത് ചെയ്താൽ മതി? ഈ 2 എണ്ണം കൂടെ ആഡ് ചെയ്താൽ മതി. 108ഉം 90 cc കൂടെ ആഡ് ചെയ്താൽ എന്തായി? ടോട്ടൽ വോളിയമായി 108 ആഡ് ചെയ്തു 8 198 cc ആണ് ടോട്ടൽ വോളിയം ഓഫ് ദിസ് ലെറ്റർ. ക്ലിയർ ആയോ? ഇടയ്ക്കത് മങ്ങി പോകുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇപ്പം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇങ്ങനെയുള്ള 2-3 ഷേപ്സ് ചേർന്ന് വരുന്ന ചിത്രങ്ങൾ അത് ഏത് തന്നെ ആയാലും ഇപ്പം നമുക്ക് പാഠപുസ്തകത്തിൽ പല രീതിയിലുള്ളത് ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് 2 റെക്റ്റാങ്കുലർ ബോക്സൊക്കെ ആക്കി മാറ്റണം. അല്ലെങ്കിൽ ഇപ്പോൾ കുരിശു പോലത്തെ രൂപമില്ല, ഇങ്ങനത്തെ രൂപമൊക്കെ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പം നമ്മൾക്ക് കംഫർട്ടബിൾ ആവുന്ന അളവിൽ നമ്മളതിനെ മുറിച്ചിട്ട് ഇങ്ങനെ ഒരു കഷ്ണമാക്കി മുറിക്കാം. ഇത് നമ്പർ 1ാമത്തെ കഷ്ണം, ഇത് 2ാമത്തെ കഷ്ണം, 3 ഇങ്ങനെ 3 എണ്ണത്തിൻ്റെയും വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം 3 കൂടി ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ. ഇനി 1 ക്യൂബിക് മീറ്റർ ഈ ഒരു സാധനത്തിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും 1 ആണെന്ന് വിചാരിക്കുക. അതായത് 1 മീറ്റർ, ഇത് 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ. അപ്പോൾ ഇത് എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യും 1 × 1 മീറ്റർ ക്യൂബ് അല്ലേ? ഇപ്പം നമുക്കറിയാം 1 മീറ്റർ എന്ന് വെച്ചാൽ 1 മീറ്റർ = 100 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ എത്ര 100-നകത്ത് വന്നു? 300. 300-ന് എത്ര സീറോസ് ഉണ്ട്? 6 സീറോ. സോ 1 മീറ്റർ ക്യൂബ് = 1 1s 1 2 3 4 5 6 എത്ര സെൻറ്റിമീറ്റർ ക്യൂബ് വന്നു? 10 100 1000 10000 ലക്ഷം 10 ലക്ഷം 10 lakh സെൻറ്റിമീറ്റർ ക്യൂബാണ് കേട്ടോ. 1 മീറ്റർ ക്യൂബ് = 10 lakh സെൻറ്റിമീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയും. 1 lakh ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ഓർത്തോണം, നമുക്ക് ചില പ്രോബ്ലം ഒക്കെ വരുമ്പോൾ നമുക്കിത് വേണ്ടി വരും കേട്ടോ. 1 ക്യൂബിക് മീറ്റർ = 10 lakh സെൻറ്റിമീറ്റർ ക്യൂബ്. പിന്നെ ഡയറക്റ്റ് വരുന്ന ഒരു ചോദ്യത്തിലൊരു പ്രത്യേകത, ഹൈറ്റ് = ഒരു 6 മീറ്റർ എന്നും ലെങ്ത് = ഒരു 1 മീറ്റർ എന്നും ബ്രെഡ്ത്ത് = 50 സെൻറ്റിമീറ്റർ എന്നും കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക.
വാട്ട് ഈസ് ദ വോളിയം എന്ന് ചോദിച്ചാൽ വോളിയം അഥവാ വ്യാപ്തം എത്രയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചാടി കയറി എന്ത് ചെയ്യും 6 × 1 × 15 ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കണം, ഇവിടെ എന്താണ് ഈ യൂണിറ്റ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ എം ആണ്, ഇവിടെ എം ആണ്, ഇവിടെ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം ഒന്നെങ്കിൽ ഇവരെല്ലാവരും എന്താവണം സെൻറ്റിമീറ്റർ ആണോ, അല്ലെങ്കിൽ ഇവരെല്ലാവരും മീറ്റർ ആവണം. അപ്പോൾ നോക്കി, ഇത് 50 സെൻറ്റിമീറ്റർ അല്ലേ, വേണം 1 മീറ്ററിനെ നമുക്ക് എന്തെന്ന് എഴുതാം 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. 6 മീറ്ററിനെ 600 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ എല്ലാ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, വോളിയം = 600 × 100 × 50. എങ്ങനെയാണ് ഇത്രയും സീറോസ് ഉള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക്. ജസ്റ്റ് നിങ്ങൾ ഈ സംഖ്യകൾ മാത്രം എടുക്കുക, അല്ലെങ്കിൽ അത് ഫുള്ള് സൈഡിൽ കൊണ്ടിട്ട് 600 × 100 അത് ചെയ്തു, അതിന് ശേഷം കിട്ടിയ ആൻസർ × 50 അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ, അതൊക്കെ ലെങ്തി വേയാ. അപ്പോൾ നമ്മൾ ജസ്റ്റ് 6 × 1 × 5, 6 1s are 6, 6 5s are 30 എഴുതി. ബാക്കി എത്ര സീറോ ഉണ്ടായിരുന്നു ഇവിടെ, 2 സീറോ ഇവിടെ ഇട്ട് കൊടുത്തു. ഇവിടെ എത്ര ഉണ്ടായിരുന്നു, 2 സീറോ ഇട്ട് കൊടുത്തു. ഇവിടെ എത്ര ഉണ്ടായിരുന്നു, 1 സീറോ. അത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് വോളിയം. അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ടാക്കി CC എന്ന് എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് തന്നിരിക്കുന്നതിന് എല്ലാം സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ പോവാണ്. 1 ലിറ്റർ = 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 1 ലിറ്റർ = 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പം അവിടുന്ന് അങ്ങനെയാണെങ്കിൽ 1 ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ 1 ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ 10 lakh ക്യൂബിക് സെൻറ്റിമീറ്റർ കേട്ടോ, 10 lakh ക്യൂബിക് സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 1 ക്യൂബിക് മീറ്റർ = 1000 ലിറ്റർ എന്ന് പറയാം. ഈ 2 പോയിന്റ് ഓർത്തോണേ. 1 ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ 1000 ലിറ്ററാണ്. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്ത് വരുമ്പോൾ ഇത്ര ക്യൂബിക് മീറ്റർ എന്നൊക്കെ വരും. അപ്പം നമ്മൾ അതിന് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ 1 ക്യൂബിക് മീറ്റർ 1000 ലിറ്റർ ആണെങ്കിൽ 3 ക്യൂബിക് മീറ്റർ എത്രയാണെന്ന് വെച്ചാൽ 3000 ലിറ്റർ എന്ന് പറഞ്ഞോണം. അപ്പോൾ അത്ര ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കാം. ദ ഇന്നർ സൈഡ് ഓഫ് എ റെക്ടാങ്കുലർ ടാങ്ക് ആർ 70 സെൻറ്റിമീറ്റേഴ്സ്, 80 സെൻറ്റിമീറ്റേഴ്സ്, 90 സെൻറ്റിമീറ്റേഴ്സ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ? എല്ലാം സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ സെൻറ്റിമീറ്ററിലാണ് കിട്ടുന്നത്. അപ്പോൾ സെൻറ്റിമീറ്ററിൽ വരുന്നതിനെ നമ്മൾ എങ്ങനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ലെങ്ത് = 70, ബ്രെഡ്ത്ത് = 80, ഹൈറ്റ് = 90. അപ്പോൾ വോളിയം = 70 × 80 × 90 ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 8s സീറോസിനെ ഒഴിവാക്കിയിട്ട് നമ്പേഴ്സ് മാത്രം മൾട്ടിപ്ലൈ. 7 8s are 56, 8 7 56 × 9, 56 × 9 എന്ന് പറയുമ്പോൾ 504 വരും കേട്ടോ. പിന്നെ എത്ര സീറോ ഉണ്ട് ഇവിടെ, 3 സീറോ. ആ 3 സീറോ അതിൻ്റെ പുറകെ ഇട്ട് കൊടുക്കുക. അത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ് നമ്മുടെ വോളിയം. ഇത് എത്ര ലിറ്റർ ആണ് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു വെച്ചിരുന്നു. എന്താണ് 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 504നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ നമ്പറിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം എന്ത് ചെയ്താൽ എത്ര സീറോ ഉണ്ട് ഈ 1000-ന്, 3 സീറോ. അപ്പോൾ ഇതിൻ്റെ 3 സീറോ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ എത്ര ലിറ്റർ കൊള്ളും, 504 ലിറ്റർ വെള്ളം ആ റെക്റ്റാങ്കുലർ പാത്രത്തിനകത്ത് കൊള്ളുമായിരുന്നു, ആ ടാങ്കിനകത്ത് കൊള്ളുമായിരുന്നു. ക്ലിയർ അല്ലേ? അപ്പം വോളിയം എന്നുള്ള ചാപ്റ്റർ അവസാനിച്ചു. കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസൊക്കെ കിടപ്പുണ്ട്, നിങ്ങളത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചറുടെ അടുത്ത് പേജ് നമ്പർ പറഞ്ഞ് കമൻ്റായിട്ട് ഇട്ടാൽ മതി. ടീച്ചർ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ ഇട്ട് തരാം.
അടുത്ത നമ്മളുടെ രണ്ടാമത്തെ റിവിഷൻ ടോപ്പിക്കിലെ പാഠം എന്ന് പറയുന്നത് ഡെസിമൽ ഫോമാണ് കേട്ടോ. ഡെസിമൽ ഫോംസ്. അപ്പോൾ ഡെസിമൽ ഫോംസിനകത്ത് നമ്മൾ ആദ്യം മെഷർമെൻറ്റ്സ് അളവുകളെക്കുറിച്ചാണ് പറയുന്നത്. ഡെസിമൽ ഫോംസിനകത്ത് ഡെസിമൽ നമ്പർ എന്താണെന്ന് അറിയണ്ടേ? അതായത് ഒരു 2.5, 2.3 അല്ലെങ്കിൽ 2.7 അല്ലെങ്കിൽ 8.98 ഇങ്ങനെ കുത്തിട്ട സംഖ്യകൾ, ഇങ്ങനെ നടുക്ക് രണ്ട് സംഖ്യകളുടെ ഇടയിൽ ഇങ്ങനെ പോയിൻ്റ് ഇട്ട് വരുന്ന സംഖ്യകളെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ്, ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദശാംശ സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ചില ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ തുടങ്ങിയവയാണ് ഈ പാഠത്തിൽ പറയുന്നത്. ശ്രദ്ധിച്ചു കണ്ടോണേ. ലിസൺ. നമ്മൾ ഇവിടെ ടീച്ചർ ഒരു സ്കെയിൽ വരച്ചിട്ടുണ്ട്. സ്കെയിലിലെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളമാണ് നമ്മൾ സാധാരണ 1 സെൻറ്റിമീറ്റർ എന്ന് പറയാറ്. ഇതാണ് 1 cm. ഇവിടെ മുതൽ ഇവിടെ വരെ എത്തുമ്പോൾ നമ്മളതിനെ 2 cm എന്ന് പറയും. ആണല്ലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 1 2 3 4 5 6 7 8 9 10 ചെറിയ 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 10 വരകൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? 1 സെൻറ്റിമീറ്റർ. അപ്പം 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10. ഈ ചെറിയ ചെറിയ വരകളെ നമ്മൾ പറയുന്ന പേരാണ് മില്ലിമീറ്റർ എന്നറിയപ്പെടും കേട്ടോ. മില്ലിമീറ്റർ. 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ എന്നാണ് പറയാറ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടിപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ കയ്യിലുള്ള ഒരു പെൻസിൽ നിങ്ങളെടുത്തു, അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ചെറിയ സാധനം എടുത്തിട്ട് അതിൻ്റെ ഒരു അളവ് നമ്മൾ അളക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ ഇതാ ടീച്ചറിൻ്റെ ഒരു പേനയുടെ ക്യാപ്പുണ്ട്. ഈ ക്യാപ്പിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഈ ക്യാപ്പിൻ്റെ ഈ എൻഡ് പോയിൻ്റ്, ഈ ചുവട് ഭാഗം ഉണ്ടല്ലോ, ആ ബോട്ടം എൻഡ് കറക്റ്റ് ഈ സ്കെയിലിലെ ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ അവിടെ കോയിൻസൈഡ് ചെയ്ത് വേണം നമ്മൾ വെക്കാൻ. ഇങ്ങനെ വെച്ചതിന് ശേഷം അളവ് നോക്കി. അപ്പോൾ ഇവിടെ ഒരു 1 2 വരെ എത്തിയില്ല. 1 കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എണ്ണുക. ഇവിടെ വരെയാണ് വന്നേക്കുന്നത്. മാർക്ക് ചെയ്യാൻ ടീച്ചറെ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ വിളിക്കും? 1 കഴിഞ്ഞിട്ട് 1.1 2 3 4 5 6. ശരിക്കും ഇതിൻ്റെ നീളം 1.6 എന്നാണ് പറയാറ്. അപ്പോൾ എങ്ങനെയാണ് 1.6 വന്നതെന്ന് മനസ്സിലായോ? അതായത് ഓരോ ചെറിയ വരകളെയും നമ്മൾ മില്ലിമീറ്റർ എന്ന് പറഞ്ഞല്ലോ. അതായത് 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മില്ലിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 10 മില്ലിമീറ്ററിൽ ഒരു ഭാഗമല്ലേ? അതായത് 10 മില്ലിമീറ്റർ ചേരുന്നതാണ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു 1/10 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 2 മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു 2/10 സെൻറ്റിമീറ്റർ. 3 മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു 3/10 മില്ലിമീറ്റർ. അപ്പം 3/10 എന്ന് പറഞ്ഞാൽ 10ന് എത്ര സീറോ ഉണ്ട്? 1 സീറോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ഥാനം മാറ്റി കുത്തിടാൻ പഠിക്കാം. ഇച്ചിരി കൊണ്ട് മാറ്റി ചെയ്താൽ. അപ്പോൾ 1 മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു 1/10 സെൻറ്റിമീറ്റർ. 10ൽ 1 സെൻറ്റിമീറ്റർ അല്ലേ? 10 ചേരുമ്പോഴാണല്ലോ 1 സെൻറ്റിമീറ്റർ ആകുന്നത്. അപ്പോൾ 10ൽ 1 ഭാഗമാണ് 1 മില്ലിമീറ്റർ. അപ്പോൾ 2 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ 2/10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നോക്കി, ഇതിനെ നമ്മൾ എങ്ങനെ പോയിൻ്റ് ആക്കിയതും 10ന് 1 സീറോ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പോയിൻറ്റിന് ശേഷം ഒരു നമ്പർ ഉണ്ടായിരിക്കണം. ഇവിടെയും 10ന് 1 സീറോ ഉള്ളതുകൊണ്ട് ഈ നമ്പറിൽ 10 ഒഴിവാക്കാൻ വേണ്ടി പോയിൻറ്റിന് ശേഷം ഒരു നമ്പർ. അപ്പോൾ സാധാരണയായിട്ട് ഫ്രണ്ടിൽ നമ്മളൊരു സീറോ ഇടാറുണ്ട് കേട്ടോ. 0.1 എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഇത് നമ്മൾ സാധാരണ നിങ്ങൾ പറയും 1.5 സെൻറ്റിമീറ്റർ ആ ടീച്ചർ എന്നൊക്കെ നിങ്ങൾ പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളത് എന്താണ് വെറുതെ ഒരു കേട്ട് പഴകിയത് കൊണ്ടാണത് പറയുന്നത്. പക്ഷേ ഈ 0.5 വന്നത് എങ്ങനെയാണ്? 1 സെൻറ്റിമീറ്റർ ഫുള്ളായിട്ട് ഇവിടെ വരെ വന്നു. ബാക്കി 10ൽ എത്ര ഭാഗമാണ്? 10ൽ 5 ഭാഗമാണ്. 10ൽ 5 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? അതിനെ 0.5 എന്ന് എഴുതണം. അങ്ങനെയാണ് ആ 0.5 വന്നത് കേട്ടോ. ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കേണ്ട കുറച്ച് മെഷർമെൻറ്റ്സ് ഉണ്ട്. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ.
അതുപോലെ 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ. അതുപോലെ 1 മീറ്റർ ഇസ് ഈക്വൽ ടു 1000 മില്ലിമീറ്റർ. അതായത് 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പം 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്ററാണ്. അപ്പോൾ ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 100 × 10 കൂടെ ചെയ്യണം. അങ്ങനെയാണ് 1000 മില്ലിമീറ്റർ എന്ന് വരുന്നത്. ഓക്കെ, ഇത് തന്നെ ഇതിൻ്റെ റിവേഴ്സ് കോൺസെപ്റ്റ് കൂടെ ഓർത്തിരുന്നോണം. അതായത് ഇവിടുന്ന് 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1/100 മീറ്റർ. 1 മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു 1/10 സെൻറ്റിമീറ്റർ. അതുപോലെ 1 മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു 1/1000 മീറ്റർ. ഇത് കൂടി നമുക്ക് പ്രോബ്ലത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ നന്നായിട്ട് ബൈ ഹാർട്ട് പഠിച്ചോണം കേട്ടോ, ആ ഭാഗവും കൂടെ. നമ്പർ 82 ചില ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഒന്ന് ഓർമ്മപ്പെടുത്തിയേക്കാം. ഇത് തന്നിരിക്കുന്ന മെഷർമെൻറ്റ് നമ്മൾ ഫ്രാക്ഷണൽ ഫോം. എന്താണ് ഫ്രാക്ഷണൽ ഫോം? അഥവാ ഭിന്നസംഖ്യാരൂപത്തിൽ തന്നിരിക്കുന്നതിനെ ഭിന്നസംഖ്യാരൂപത്തിൽ എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ എഴുതേണ്ടത് 4 സെൻറ്റിമീറ്റർ അങ്ങനെ തന്നെ എഴുതി. 3 മില്ലിമീറ്റർ എത്ര സെൻറ്റിമീറ്ററാണ്? 3/10 സെൻറ്റിമീറ്റർ. അപ്പം 4 3/10 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇതിനെ നമ്മൾ ദശാംശ രൂപത്തിൽ, അതായത് ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ 10ന് എത്ര 0 ഉണ്ട്? 1 0 ഉള്ളതുകൊണ്ട് പോയിൻറ്റിന് ശേഷം ഒരാളുണ്ടായാൽ മതി. ദാറ്റ് ഈസ് 4.3 എന്ന് വരും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിനെ ഫ്രാക്ഷണൽ ഫോം 5 മില്ലിമീറ്റർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ എഴുതിയാൽ മതി? 5/10 സെൻറ്റിമീറ്റർ. നമ്മളതിനെ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതുമ്പോൾ 0.5. 0.5 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ സാധാരണ 0 എന്ന് എഴുതാറുണ്ട് കേട്ടോ. ദെൻ അടുത്തത് 10 മീറ്റർ 25 സെൻറ്റിമീറ്റർ. അപ്പോൾ 25 സെൻറ്റിമീറ്ററിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. എന്താക്കി? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതെന്താവും? 10 മീറ്റർ 25 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ 25 സെൻറ്റിമീറ്റർ മീൻസ് ഞാൻ എന്താ പറഞ്ഞത്? 25 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 100. മാറിപ്പോയി. 1 മീറ്റർ ഇസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പം നമ്മൾ 25 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 25/100 എന്ന് എഴുതണം കേട്ടോ. 25/100 മീറ്റർ. ഇനി ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10.0. 100ന് 2 0 ഉള്ളതുകൊണ്ട് പോയിൻറ്റിന് ശേഷം 2 നമ്പർ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ദെൻ ഗ്രാമും കിലോഗ്രാമും ടീച്ചർ പറഞ്ഞില്ലല്ലോ. ലിറ്റർ പറഞ്ഞപ്പം 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ ആണ്. ഗ്രാം എന്ന് പറഞ്ഞാൽ 1 kg എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 2 അങ്ങനെ തന്നെ എഴുതി. 125 ഗ്രാം എന്ന് പറയുന്നത് 1000ൽ 125 കിലോഗ്രാമാണ്. സോ 1000 എഴുതി. 125/1000 കിലോഗ്രാം. അപ്പോൾ 1000ന് 3 zeros ഉള്ളതുകൊണ്ട് 2.125 എന്ന് എഴുതും. ഓക്കെ, 125 കിലോഗ്രാം. ഇതെല്ലാം മീറ്റർ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് വളരെ വിശദമായിട്ട് ടീച്ചർ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി ഒന്ന് നോക്കിയാൽ മതിയാവും. ഇത് ടീച്ചറെ പരീക്ഷയ്ക്ക് വേണ്ടി പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ധൃതി പറയുന്നത് കേട്ടോ. പിന്നെ ഡെസിമൽ നമ്പേഴ്സിന് ഫ്രാക്ഷണൽ ഫോം നമ്മൾ എക്സ്പാൻഷൻ ഫോം ചെയ്താറുണ്ട്. ഇപ്പോൾ 2.8. ആ 2 മുന്നേ സാധാരണ ഒരു സംഖ്യ എഴുതാവേ. 28 എന്ന നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് സാധാരണ ഇത് വൺസ് ടെൻസ് വെച്ച് പറയുമ്പോൾ 2 × 10 + 8 × 1 എന്നാണ് എഴുതാറ്. ഇപ്പോൾ ഒരു 132 ആണെങ്കിൽ വൺസ് ടെൻസ് 100 വരുമ്പം 1 × 100 + 3 × 10 + 2 × 1 അങ്ങനെയാണ് എഴുതാറ്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് വരിക എന്ന് വിചാരിക്കുക. അതായത് 132.28 എന്നാണ് ക്വസ്റ്റ്യനെങ്കിൽ നമ്മൾ ഈ പോയിൻറ്റിന് മുൻപുള്ള ഭാഗം സാധാരണ പോലെ 1 × 100 + 3 × 10 + 2 × 1 പ്ലസ് അടുത്ത ഭാഗം ഇത് 2/10 അല്ലേ. പോയിൻറ്റിന് ശേഷം ഒരാൾ വന്നാൽ നമ്മൾ /10, പോയിൻറ്റിന് ശേഷം 2 പേര് വന്നാൽ /100 അങ്ങനെയല്ലേ എഴുതാറ്. അപ്പോൾ 2നെ നമ്മൾ എങ്ങനെ എഴുതണം? 2/10 എന്നും
2നെ നമ്മൾ 2/10 പ്ലസ് 8നെ 8/100 എന്നും കൂടെ എഴുതണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഷൻ ഫോം എഴുതുന്നത്. ഒരു ക്വസ്റ്റ്യൻ എഴുതി കാണിക്കാം. ഒരു 96.831 എന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ വൺസ് ടെൻസിൻ്റെ അവിടെ 9 × 10 പ്ലസ് 6 × 1 പ്ലസ്, ഇനി ശ്രദ്ധിച്ചോണം, പോയിൻറ്റിന് ശേഷം ആദ്യം വരുന്ന ആൾ 8/10 പ്ലസ് രണ്ടാമത് വരുന്ന ആൾ 3/100 പ്ലസ് 1/1000 എന്ന് വേണം എഴുതി പോവാൻ. ക്ലിയർ അല്ലേ? ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമ്മളിതിന് ഇത് വൺസ് ടെൻസ് എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ നിന്നിട്ടുള്ള 10 കഴിഞ്ഞിട്ട് THS എന്നുള്ളത് ടെൻസ്, ഹൺഡ്രഡ്സ് HUNDREDTHS എന്നുണ്ട്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, അങ്ങനെ THS എന്നും കൂടെ കൂട്ടിച്ചേർത്ത് വേണം നമ്മൾ ഈ പ്ലേസസിനെ പറയാൻ. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ചില സംഖ്യകളിൽ വലുതും ചെറുതും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. വലുതും ചെറുതും കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗം, ഇപ്പോൾ ഉദാഹരണമായിട്ട് ടീച്ചർ ഒരു 42 എഴുതി, ഈ 84 എഴുതി. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് ചോദിച്ചാൽ നിങ്ങളെന്ത് പറയും? നിങ്ങൾക്ക് കണ്ടാലേ അറിയാം എന്താണ് 84 വലുത് അല്ലേ? അതേസമയം 42 വലുത്, 148 വലുത് എന്ന് ചോദിച്ചാൽ നിങ്ങളെന്ത് പറയും? ഉറപ്പായിട്ടും പറയും 148 വലുതെന്ന് അല്ലേ? അതേസമയം ഇതേ സെയിം ക്വസ്റ്റ്യനിൽ ടീച്ചർ എന്ത് ചെയ്യുന്നു? പോയിൻ്റ് ഇടുക എന്ന് വിചാരിക്കുക. ഇവിടെ പോയിൻ്റ് ഇട്ടു, ഇവിടെയും പോയിൻ്റ് ഇട്ടു. ഇതിലാരാണ് വലുത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ 0.148 വലുത് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം നമ്മൾ വലുതും ചെറുതും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പോയിൻറ്റിന് ശേഷം വരുന്നതിലെ ഏറ്റവും വലിയ നമ്പർ എവിടെയാണോ അയാളായിരിക്കും വലുത്. ഓക്കെ, ഒരെണ്ണോടെ എഴുതി കാണിക്കാം. ഒരു 1.40യും 1.04 ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ ആരാണ് വലുത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഈ ഭാഗം ശ്രദ്ധിക്കുക. ഈ ഭാഗം രണ്ടും ഒരുപോലെയാണ്. ഇനി പോയിൻറ്റിന് ശേഷം വരുന്നതിൽ ആദ്യത്തെ നമ്പറിനെ നോക്കുക. ഇതിലാരാണ് വലുത്? 4 അല്ലേ വലുത്? അപ്പോൾ ഉറപ്പായിട്ട് ഈ നമ്പർ ആയിരിക്കും വലുത്. അതുപോലെ 1.2389 ഉണ്ട്, 1.3 ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിലേത് സംഖ്യയാണ് വലുത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കുമ്പോൾ 1 പോയിൻറ്റിന് ശേഷം കുറേ സംഖ്യകളുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇതാണോ വലുത്? ഒരിക്കലുമല്ല. 1 പോയിൻറ്റിന് ശേഷം വരുന്നതിൽ ഇതാണോ വലുത് ഇതാണോ വലുതെന്ന് മാത്രം നോക്കിയാൽ മതിയാവും. അപ്പോൾ 1.3 ആണ് വലുത്, അപ്പോൾ ഇതാണ് വലുത്. അപ്പോൾ പോയിൻറ്റിന് ശേഷം രണ്ട് പേര് സെയിം ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. 2389 ഇവിടെ 1.2379 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന നമ്പർ, ആദ്യത്തെ നമ്പർ രണ്ടിലും 1 ആണ്, അത് കുഴപ്പമില്ല, അത് ചെക്ക് ചെയ്തു. 2 രണ്ടിലും സെയിമാണ്, അപ്പോൾ അത് സ്കിപ്പ് ചെയ്തു. 3 രണ്ടിലും സെയിമാണ്, സ്കിപ്പ് ചെയ്തു. അടുത്ത 8 ആണോ വലുത് 7 ആണോ വലുത്? 8 ആണ്. സോ ഈ നമ്പറാണ് വലിയ നമ്പർ. അപ്പോൾ വലുതും ചെറുതും കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. പിന്നെ അസെൻഡിങ് ഓർഡറിലുള്ള ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ വരുമായിരിക്കും കേട്ടോ. കൂടുതലും ചെയ്ത് നോക്കിക്കോണേ. ഇനി ഇവരുടെ അഡീഷനും സബ്ട്രാക്ഷനുമാണ്. ഇപ്പോൾ ഒരു 2.3 പ്ലസ് 4.9 എന്നാന്ന് വിചാരിക്കുക ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പോയിൻറ്റുകൾ നേരെ ഇടാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. പോയിൻറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊരു വര വരച്ചാൽ ആ പോയിൻ്റ് ആ വരയിൽ കൂടെ നിൽക്കണം. 2.3 പ്ലസ് 4.9 സാധാരണ പോലെ ആഡ് ചെയ്താൽ മതിയോ. 9 3 12. റിമൈൻഡർ ഇവിടെ എഴുതുക. അതിന് മുന്നേ എന്ത് ചെയ്യണം? ഈ പോയിൻ്റ് നേരെ താഴെ എഴുതണം. 4 2 6 1 7 7.2 എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. ഒരു 2.3
പ്ലസ് ഒരു 29.837 എന്നാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പോയിൻ്റ് നേരെ വരണം. അപ്പോൾ നമ്മൾ 2.3 ഇവിടെ എഴുതി. അടുത്ത 29 പോയിൻ്റ്, അപ്പോൾ പോയിൻറ്റിന് തൊട്ടടുത്തുള്ള രണ്ട് പേര് അപ്പുറത്തും ഇപ്പുറത്തും കറക്റ്റായിട്ടുണ്ടായിരിക്കണം. അതായത് 29.837 വരണം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഇവിടെ 3 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് 2 സീറോ നമുക്കിവിടെ കൊടുത്തുകൊണ്ട് ഇവിടെ ഒന്ന് നിറയ്ക്കാം, ഒരു പ്രശ്നവുമില്ല കേട്ടോ. ആഡ് ചെയ്തു 7 3 8 3 11, റിമൈൻഡർ ഇവിടെ എഴുതി, പോയിൻ്റ് അതുപോലെ താഴെ ഇട്ടു. 9 2 11 1 12, റിമൈൻഡർ 1 3. ആൻസർ ഈസ് 32.137 വരും. അപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സബ്ട്രാക്ഷനും സെയിം മെത്തേഡ് തന്നെയാണ്. വേണം ഒരു സബ്ട്രാക്ഷനോട് ടീച്ചർ ചെയ്തിട്ട് ടീച്ചർ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. കുറേ ചോദ്യങ്ങൾ ചെയ്ത് നോക്കിക്കോണേ. ഇപ്പോൾ ഒരു 7.3 മൈനസ് ഒരു 4.837 ഇതാണ് ചോദ്യം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 7.3യിൽ നിന്ന് 4.837 എഴുതി മൈനസ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഈ 7 3 ഒക്കെ ഇവിടെ ഇറക്കി എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യരുത്. 837 വന്ന സ്ഥിതിക്ക് നമ്മളിവിടെ എന്ത് എഴുതണം? 2 സീറോ ഇട്ട് ഫില്ല് ചെയ്തിട്ട് വേണം മൈനസ് ചെയ്യാൻ. 0 - 7 പോസിബിൾ അല്ല. സോ നമ്മൾ ഇവിടുന്ന് ബോറോ ചെയ്യണം. ഇവിടുന്ന് 3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഇത് 2 ആവും, ഇത് 10 ആവും. ഇവിടുന്ന് 1 എടുക്കുമ്പോൾ ഇത് 10 ആവും, 9 ആവും. സോ 10 - 7 3, 9 - 3 6, 2 - 8 പോസിബിൾ അല്ല. സോ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. അപ്പോൾ എന്താവും? ഇത് 12 - 8 4 എന്നാവും. ഇവിടെ ഇനി എന്താവുള്ള 6 6 - 4 2. അവർ ആൻസർ ഈസ് 2.463. സോ ധാരാളം വേർഡ് പ്രോബ്ലംസ് ഉണ്ട്, ചെയ്ത് പഠിക്കണം. 2-3 പ്രാവശ്യം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് നിങ്ങൾ സംശയങ്ങളൊക്കെ തീർത്തിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്നായി പരീക്ഷ ഫുൾ മാർക്കും കിട്ടാൻ ടീച്ചർ പ്രാർത്ഥിക്കാം. ഓക്കെ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലോ കേട്ടോ.